ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് 10 സെൻറ്റും വീടും വെറും 35 ലക്ഷം രൂപയ്ക്ക്. നിങ്ങൾ ഈ വീട് കണ്ടോളൂണ്ട്. ഇത് വില കുറഞ്ഞ വീട് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കാരണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ പറയേണ്ട. അപ്പോൾ എല്ലാവരും ഫുൾ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക. മുറ്റത്തൊക്കെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. കാരണം ഇവിടെ താമസമില്ലാത്ത കാരണമാണ്. പുതിയ വീട് വേണ്ട. ഈ വീടിന് 2 വർഷം പഴക്കമുള്ളൂ. അപ്പോൾ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചൊന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് നല്ല ലുക്കായി. ചുറ്റും കോമ്പൗണ്ടുകളും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പ്ലാവ് ഉണ്ട്, പ്ലാവുമ്മക്ക് ഇഷ്ടംപോലെ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാവ് ഉണ്ട്, വാഴയുണ്ട്, അപ്പുറത്ത് വേറെ പ്ലാവ് ഇപ്പുണ്ട് കാഴ്ചയ്ക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു മാവുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല സെറ്റപ്പുള്ളൊരു വീടാണ്. ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടോട്ടോ. 3 ബെഡ്റൂമുള്ള വീടാണ്. അത് നല്ല ലുക്ക് വീട്. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വീടിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതുപോലുള്ള വീടുകളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് സിറ്റ് ഔട്ട് കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടിനാണ് ഈ വീടിനുള്ളത്. ഈ കട്ടലയും ജനലൊക്കെ വാതിലൊക്കെ കംപ്ലീറ്റ് തേക്കാണ്ട. അകത്തോട്ട് കയറി ചെന്ന് നോക്കി നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാള്, ഡൈനിങ് ഹാള്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു റൂമുണ്ട്. സൈഡിൽ നേരെ റൂമുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് നിങ്ങളെ വാഷ് കൗണ്ടർ ഏരിയ. അതും നല്ല സെറ്റപ്പായിട്ട് തന്നെ ഫിനിഷ് ചെയ്തേക്കുന്നതാണ്. നമുക്കിനി ഒരു റൂമായിട്ട് കാണാം. ഇവിടെ ഒരു കോമൺ ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ബെഡ്റൂമാണിത്. താഴത്തെ നിലയില ഒരു റൂമൊക്കെ എല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൻ്റെ ബാത്റൂം കാണാം. ഇതാണ് കോമൺ ബാത്റൂം. കോമൺ ബാത്റൂമിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കി. വീട് 35 ലക്ഷം രൂപ ചോദിക്കണമെന്ന് പറഞ്ഞാലും വീട് നല്ല സെറ്റപ്പ് വീട് തന്നെയാണ്. കാരണം വില കുറവാണെന്ന് പറഞ്ഞാലും വർക്കിലും കാര്യങ്ങളിലൊക്കെ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഇത് 2ാമത്തെ ബെഡ്റൂം. 2ാമത്തെ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കിക്കോട്ടെ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീടാണിത്. 1250 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീടിൻ്റെ വലിപ്പം. പിന്നെ ഈ റൂമും നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. 3 ബെഡ്റൂമുള്ള 3ഉം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ്. അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. അല്ലാണ്ട് ഇടുങ്ങിയ ബാത്റൂമൊന്നുമില്ല. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇതിൻ്റെ ബാത്റൂമിനൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണാം. കിച്ചണുണ്ട്, സെക്കൻഡ് കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. അത് മെയിൻ കിച്ചണാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചണാണിത്. ഇത്രയും ഫെസിലിറ്റിയൊക്കെ ഉള്ള ഒരു വീടാണ് നിങ്ങൾക്ക് 35 ലക്ഷം രൂപ. വെറും 35 ലക്ഷം രൂപയ്ക്ക് ഈ 10 സെൻറ്റും ഈ വീടും കൂടി നിങ്ങൾക്ക് തരും. ഇതേ കൂടെ ചാൻസൊക്കെ വല്ലപ്പോഴും കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അപ്പം തന്നെ ഇത് വാങ്ങിക്കോളൂ. ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ തന്നെ വിളിച്ച് അപ്പോഴേ വാങ്ങിക്കോളാം. കാരണം പിന്നെ ഇതേ കൂട്ടത്തൊന്നും കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല സെറ്റപ്പുള്ളൊരു വീടാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ പോയിട്ട് മുകളിലത്തെ കഴിച്ചിട്ടുണ്ട്. TVയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം. ഇതുപോലെ തന്നെ കേരളത്തിലെവിടെയും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ നിങ്ങൾക്ക് വീടുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ 10ഓളം ജില്ലയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം തുടങ്ങി മലപ്പുറം വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ളവരൊന്നും ചെയ്യും. അപ്പോൾ വീട് നിങ്ങൾ കറക്റ്റായിട്ട് വേണം. മുകളിലത്തെ ഫ്ലോറിലെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. മുകളിലത്തെ നിലയിൽ ഒറ്റ ബെഡ്റൂമാണുള്ളത്. കാരണം 3 ബെഡ്റൂമാണ് ഈ വീട് മൊത്തം ഉള്ളത്. അപ്പോൾ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമാണ്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അതുകൊണ്ടോ ഇതിൻ്റെ ബാത്റൂമൊക്കെ നോക്കി. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. കേട്ടോ, നല്ല ഏരിയ ഉണ്ട്. ഒരു വില കുറഞ്ഞ വീടിൻ്റേതായ എന്താ പറയുക ഒരു കുറവും ഈ വീട്ടിലില്ലെന്നുള്ളത് അത് നിങ്ങൾ നേരിട്ട് ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് സ്ഥിതി ചെയ്യണ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ മുഖത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണം. അവിടെ ഒരു ഫേമസ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. കാരണം ഈ വീട്ടിൽ താമസമില്ലാണ്ട് കിടക്കണം. ഈ വീടിന് ഒരു 2 വർഷം പഴക്കമുള്ള കേട്ടോ. അതായത് ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട. ഇഷ്ടംപോലെ ചക്കയും കാര്യങ്ങളും. അതായത് നല്ല വളക്കൂറുള്ള മണ്ണും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാത്തിനുള്ള സ്ഥലമുണ്ട്. അത്രയും സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വെച്ചാൽ വലിയ വണ്ടിയൊന്നും കയറൂല. കാരണം നമുക്ക് ആൾട്ടോ കാറ് അങ്ങനെയുള്ള ചെറിയ കാറുകളൊക്കെ ഈ വീട്ടിലോട്ട് കയറുള്ളൂ. ആ ഒരൊറ്റ പോരായ്മ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അത് വലിയ വണ്ടികളൊന്നും കയറാനുള്ള വഴിയില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ആൾട്ടോ കാറ് അങ്ങനെയുള്ള കാറുകൾ മാരുതിയൊക്കെ കയറും. അല്ലാണ്ട് വലിയ വണ്ടിയൊന്നും കയറാനുള്ളൊരു സെറ്റപ്പില്ല. പിന്നെ അവിടെ ചെറിയൊരു കലങ്കിൻ്റെ ഒരു ഭാഗം പുറത്തോട്ട് ചാടിയിരിക്കണതാണ്. അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടിയൊക്കെ കയറും. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ ഇപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളല്ലേ
കണ്ടോ ഞാൻ പറഞ്ഞതാണ് ഈ ഫ്രണ്ടിലൊക്കെ ഇഷ്ടംപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. കണ്ടോ ഇവിടേക്ക് ഒന്ന് ഇപ്പോൾ കണ്ട തെങ്ങും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. കണ്ടോ മാവ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മാവിൻ്റെ അന്നേരം പറയാൻ വിട്ടുപോയി. കണ്ടോ ഈ മാവുമ്മയ്ക്ക് ഇഷ്ടംപോലെ മാങ്ങണ്ടേ കിടമുണ്ട്. കണ്ടോ ഇതാണ് ഈ വീടിൻ്റെ ലുക്ക്. ഇതിൻ്റെ നല്ല ലുക്കുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ അത്യാവശ്യം എല്ലാ സൗകര്യവും എല്ലാ സെറ്റപ്പും ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ. അപ്പോൾ ഈ വീഡിയോ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോട്ടോ. ഓക്കെ.